നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന നമ്മളുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനലിൽ കയറി കഴിഞ്ഞാലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദയവായി മുഴുവനും വായിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവനിശ്ചയം എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ ഒരു രഹസ്യം വെളിച്ചത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ തലക്കെട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയുമായി നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് നിഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് വളരെയധികം സംശയാസ്പദമായിട്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ പെരുമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെ കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്കിത് റീസണേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് ഏറ്റെടുക്കുക, അതല്ല എങ്കിൽ വിട്ടുകളയുക. ഇതൊരു ജനറൽ വായന ആയതുകൊണ്ട് തന്നെ ചിലർക്ക് ഇത് ശരിയാകും, ചിലർക്ക് റീസണേറ്റ് ആവില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു അങ്ങേയറ്റത്തോളമുള്ള വിശ്വാസത്തോടു കൂടി വേണം ഈ വായന കാണുവാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവ രീതികളും വർത്തമാന ശൈലികളും അതുപോലെ ഈ വ്യക്തിയുടെ നോട്ടമായിരിക്കാം. നിങ്ങൾക്ക് നേരെ നോക്കാത്ത സാഹചര്യങ്ങളൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തരാതെ ആ ഒരു സന്ദർഭത്തിൽ നിന്നും പതുക്കെ തെന്നി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പം തന്നെ പല രീതിയിലും രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിലൂടെ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അതായത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഈ വ്യക്തിക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കിതിലൂടെ വ്യക്തമാക്കുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഏതൊരു സാഹചര്യത്തിലും പോയാലും അവിടെ ഒരു കരടുണ്ടാകും, അല്ലെങ്കിൽ ഒരു കരട് അവശേഷിക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ ആ ഒരു അനാവശ്യമായിട്ടുള്ള പല വ്യക്തികളുടെയും സാന്നിധ്യം, അല്ലെങ്കിൽ പല വ്യക്തികളും ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അതിൽ പലതും വിജയിച്ചതായിട്ടും കാണപ്പെടുന്നു. അപ്പോൾ ആദ്യമൊക്കെയും ഈ വ്യക്തി തീർച്ചയായിട്ടും അതിനോടെല്ലാം എതിരായിരുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ചെവി കൊടുക്കാതെ, അതിലേക്ക് കാതോർക്കാതെ, അവർ പറയുന്നത് കേൾക്കാതെ, അംഗീകരിക്കാതെ നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിടയിൽ തിരികെ കയറ്റാൻ, അതായത് വേറെ ഒരു വ്യക്തിയെ നിങ്ങൾക്കിടയിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ തീർത്തും പല രഹസ്യങ്ങളും അതിൻ്റെ കെട്ടുകൾ അഴിച്ച് പുറത്തേക്ക് വരുന്ന ഒരു രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവുകളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരിച്ചറിവുകൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ കൂടുതൽ വ്യക്തതയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വെളിച്ചത്തിലേക്ക് ജീവിതം കൊണ്ടുപോകാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വഴിത്തിരിവുണ്ടാക്കിയ ചില രഹസ്യങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ നല്ല രീതിയിലുള്ള മന്ത്രങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ അത് ഇവിടെ നല്ല രീതിയിൽ പ്രയോഗിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതൊരു പക്ഷേ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിൽ പോലും വളരെയധികം ശത്രുദോഷം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുമ്പോൾ അത് പ്രണയമായിക്കോട്ടെ, മറ്റേത് മേഖലയിലാണെങ്കിൽ പോലും
നിങ്ങളുടെ ആ കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുമ്പോൾ അത് നിമിഷങ്ങൾക്കുള്ളിലാണ് നിങ്ങൾക്കത് നഷ്ടമായി പോകുന്നത്. അതേ പ്രക്രിയ തന്നെയാണ് നമ്മൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, നല്ല രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയിലായിരിക്കാം ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് പരിപൂർണതയിലേക്ക് എത്തിച്ചേർക്കാനോ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് പോകാനോ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഏത് സാഹചര്യമാണെങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണാം. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ ഒരു മൂന്നാമതൊരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ആ ഒരു മൂന്നാമത് വ്യക്തിയുമായിട്ട് ഈ പേഴ്സണെ വിവാഹം ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്നാക്കാനോ ശ്രമിക്കുന്നവരുടെ കൂടുതൽ സാന്നിധ്യമാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. പക്ഷെ അത് തീർത്തും ഒരു കുതന്ത്രപരമായി അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെയാണ് ഇവിടെ പലവരും കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം തീർച്ചയായിട്ടും ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്തതാണ് എന്നുള്ളതറിയാം. നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയും വഞ്ചനയുമാണെന്ന് ഈ ഒരു തേർഡ് പാർട്ടിക്ക് അറിയാം. പക്ഷേ അവർക്ക് അവരുടെ ലക്ഷ്യമാണ് പ്രധാനം, അല്ലെങ്കിൽ അവരെന്താണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അതാണ് വിജയത്തിലേക്ക് എത്തിച്ചു ചേർക്കേണ്ടത് എന്നുള്ള ആ ഒരു ഒറ്റ മനസ്സോടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുനീരോ നിങ്ങളുടെ മാനസികാവസ്ഥയോ കാണുവാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പല രീതിയിലും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഇഷ്ടക്കേടുകൾ വന്നിട്ടുണ്ട്, അകൽച്ചകൾ വന്നിട്ടുണ്ട്, ഒരു തൃപ്തികരമല്ലാത്ത രീതിയിലുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം തന്നെ ആയിരുന്നു. പക്ഷെ എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ വെച്ചിട്ട് നിങ്ങൾക്കിടയിൽ ചില വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് നമുക്കിവിടെ പ്രധാനമായും കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് ഉത്തരം പറയേണ്ട അവസ്ഥയാണ്. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളോടും കൂട്ടുകാരോടും കുടുംബക്കാരോടും മറ്റു ബന്ധുമിത്രാദികളോടും നിങ്ങൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഒരു ഗതികേടിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ വിവാഹം ആലോചിച്ചുറപ്പിച്ച വ്യക്തികളായിരിക്കാം. പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഒരുക്കി വെച്ച് കാത്തിരുന്നവരായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അപ്പൊ തീർത്തും നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വിശദീകരണം കൊടുക്കേണ്ട ഒരു ഗതികേടിലാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മുറിഞ്ഞു പോയത്, അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ. അപ്പൊ തീർത്തും നിങ്ങളിവിടെ വളരെയധികം ഒറ്റപ്പെട്ടും അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടും നിങ്ങളുടെ അന്തസ്സെല്ലാം പോയി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണപ്പെടുന്നു. പക്ഷെ ഇവിടെ ഈ വ്യക്തി എന്ന് പറയുന്നത് പല സത്യങ്ങളാണ് ഈ ഒരു പ്രശ്നങ്ങളിലൂടെ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. അതായത് ഈ പേഴ്സണെ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടി ചതിക്കുകയായിരുന്നു എന്നുള്ളതും ഇതിലൂടെ ആ ഒരു കൂടോത്തർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അത്തരം ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന രഹസ്യമാണ് ഈ വ്യക്തി അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അറിയാനിടയായിട്ടുള്ളത്. അപ്പോൾ ഒരു പക്ഷെ ഇത്രയും കാലം നിങ്ങളെ ആയിരിക്കാം ഈ വ്യക്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നിന്റെ കുറ്റം അല്ലെങ്കിൽ നിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതിങ്ങനെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ നിന്റെ പ്രശ്നം മാത്രമായതുകൊണ്ടാണ് എന്നിങ്ങനെ ഈ പേഴ്സൺ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ ആക്ച്വലി ഇവിടെ നിങ്ങളുടെ ആ ഒരു കുറ്റം കൊണ്ടല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു മൂന്നാമതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ അത്രയും ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇത്തരം വിള്ളലുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി ഇതിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആ ഒരു ക്ഷമാശക്തിയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സ് എത്രത്തോളം പക്വതയേറിയതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ക്ഷമയുള്ളവരാണ് നിങ്ങൾ, എത്രത്തോളം തെളിമയുള്ളവരാണ് നിങ്ങൾ,
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ഫലമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഈ വ്യക്തിയോട് സ്നേഹമുണ്ട് എന്നുള്ളതൊക്കെയും ഇതിനോടകം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തി മാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എന്നുള്ളത് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പേഴ്സൺ മറ്റു പലവരെയും കണ്ണടച്ച് വിശ്വസിച്ചു, നിങ്ങളെ അവഹേളിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തി, നിങ്ങൾ കൊള്ളില്ലാത്തവരാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു, മോശപ്പെട്ട വ്യക്തികളുടെ പട്ടികയിൽ നിങ്ങളെ കൂട്ടിച്ചേർത്തു. പക്ഷെ അതെല്ലാം ഈ വ്യക്തി നല്ല രീതിയിൽ പശ്ചാത്തപിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ രഹസ്യങ്ങളെല്ലാം തന്നെ ചുരുളഴിയുന്നത് അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. കാരണം അതിലൂടെ വ്യക്തമാകുന്നത് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തതയിലേക്ക് ഉയർത്തിക്കാട്ടുന്നത് നിങ്ങളുടെ ആ ഒരു മനസ്സിലെ നന്മ തന്നെയാണ്. നിങ്ങളുടെ തീവ്രമായ പ്രണയം, ഈ വ്യക്തിയോടുള്ള ആ ഒരു പ്രണയത്തിന്റെ ആഴം അത് കൂടിയിട്ടേ ഉള്ളൂ. കൂടുകയല്ലാതെ ഒരിക്കലും കുറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഇതിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അതിലൂടെ നിങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചിട്ടുള്ള വ്യക്തതകൾ കൂടുതലും വരട്ടെ. ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.